എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സെയിൽസിൽ ഏറ്റവും അനിവാര്യമായ ഒരു 12 സ്കിൽ സെറ്റുകളെ പറ്റി, സെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സെയിൽസ് പ്രൊഫഷണലായി മാറാനായിട്ട് അല്ലെങ്കിൽ സെയിൽസിൽ ഏറ്റവും സക്സസ്ഫുള്ളായി മാറാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു 12 സ്കില്ലുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രസക്തി എത്രത്തോളം സെയിൽസിലുണ്ട് എന്നുള്ളത്. കാരണം സെയിൽസിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് കസ്റ്റമറുടെ അടുത്ത് വളരെ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരെ നന്നായിട്ട് ലിസൺ ചെയ്യേണ്ടതുണ്ട്. കസ്റ്റമറെ വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത് കസ്റ്റമറുടെ നീഡ് എന്താ, കസ്റ്റമറുടെ വാണ്ട്സ് എന്താ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് എങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല ആളുകളും പല സിറ്റുവേഷനിലും കസ്റ്റമറുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ സെയിൽസിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. രണ്ടാമത്തത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെയിൽസ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ നിന്നാണ് ട്രസ്റ്റ്, എമ്പതി, നല്ലൊരു റാപ്പോ ക്ലയൻസൊക്കെ ആയിട്ട് ഉണ്ടാവുകയും അതൊരു ലോങ് ടൈം പാർട്ട്ണർഷിപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ കസ്റ്റമർ തന്നെ പിന്നീട് നമുക്ക് വേറെ പല കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യുന്നൊരു അവസ്ഥയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെയിൽസിൽ വളരെ അനിവാര്യമാണ്. അത് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മൂന്നാമത്തത് ആക്റ്റീവ് ലിസണിങ് ആണ്. നേരത്തെ കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഞാൻ ലിസണിങ്ങിനെ പറ്റി പറഞ്ഞു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇത് പറയുന്നത്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് വളരെ ശ്രദ്ധ കൊടുക്കുക, കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുക, അവരുടെ നീഡ്സ്, അവരുടെ ചലഞ്ചസ് ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, നല്ല ക്വസ്റ്റ്യൻസ്, റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കസ്റ്റമറോട് ചോദിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് സെയിൽ ചെയ്യാനുള്ളൊരു കഴിവാണ് ഇവിടെ ആക്റ്റീവ് ലിസണിങ് വഴി ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈലർ മെയ്ഡ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കസ്റ്റമറുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റിനനുസരിച്ച് സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ നല്ലൊരു ലിസണർ ആകേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം പ്രൊഡക്റ്റോ സർവീസ് നോളജാണ്. നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നത്തെയോ സേവനത്തെയോ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ സെയിൽ നടത്താൻ വളരെ ആവശ്യമാണ്. നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും എന്തൊക്കെയാണ് അതിൽ വളരെ നോളജബിൾ ആയിരിക്കും. കാരണം എങ്കിലേ അത് ഭംഗിയായിട്ട് കസ്റ്റമർക്ക് അടുത്ത് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്, റെയർലി ആസ്ക് ക്വസ്റ്റ്യൻ, FAQ, RIQ എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് നോളജും സർവീസ് നോളജും ഭംഗിയായിട്ട് ഉണ്ടാവണം. അഞ്ചാമത്തെ കാര്യം പേഴ്സുവേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിങ് സ്കില്ലാണ്. അനുനയിപ്പിക്കാനും സ്വാധീനിക്കാനും ഒക്കെയുള്ള കഴിവ്. കാരണം നല്ലൊരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലേക്കോ കസ്റ്റമറെ ആകർഷിക്കുവാനുള്ളൊരു കഴിവ്, അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആവട്ടെ നമ്മുടെ ഉൽപ്പന്നവും സേവനവും വെച്ച് അതിനെ കണക്ട് ചെയ്യാനും ആ വാല്യൂ ബെനിഫിറ്റ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമറെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അതിലേക്ക് കണക്ട് ചെയ്യാനും കഴിയുന്ന ഒരു കഴിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സ് പറയുന്ന ഒബ്ജെക്ഷൻസ് ഓവർകം ചെയ്യാനും കസ്റ്റമേഴ്സിനെ പർച്ചേസ് ഡിസിഷനിലേക്ക് കൊണ്ടുവരാനും സാധിക്കുള്ളൂ. അപ്പോൾ അവരെ സ്വാധീനിക്കാനുള്ള കഴിവോടെ വളരെ പ്രസക്തമാണ്. ആറാമത്തെ കാര്യം പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ഒരു സെയിൽസ് പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ പല ചലഞ്ചസും പല ഒബ്ജെക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് വേണ്ടി വരും? ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും പ്രോബ്ലങ്ങൾ അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സെയിൽസിലും സക്സസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പ്രോബ്ലം സോൾവിങ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക, എന്തോ തടസ്സങ്ങൾ ഉണ്ടാവട്ടെ അതിനെ എല്ലാം മറികടക്കാൻ പറ്റും, എന്നിട്ട് എൻ്റെ കസ്റ്റമറെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുക. ഏഴാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ സ്കില്ലാണ്. സെയിൽസിൻ്റെ അകത്ത് പലപ്പോഴും പല ടൈപ്പ് ഓഫ് കസ്റ്റമർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലീഡ്സ് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യേണ്ടി വരും, വ്യത്യസ്തമായ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, പല ടാസ്കുകളും സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെയൊക്കെ സമയം വളരെ ഭംഗിയായി മാനേജ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്, ടൈം മാനേജ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലേ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സെയിൽസ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ സമയം നന്നായി മാനേജ് ചെയ്യുക, കാര്യങ്ങൾ നന്നായി ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ സംസാരിച്ചത്. എട്ടാമത്തെ കാര്യം റെസിലിയൻസ് ആൻഡ് പെർസിവറൻസ്.
ഒരു സ്ഥിരോത്സാഹവും അതുപോലെ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായാൽ അതിൽ നിന്ന് മറികടന്ന് പുറത്തു വരാനുള്ള കഴിവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഒബ്ജെക്ഷൻസ് ഉണ്ടാവുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരും, സെറ്റ് ബാക്കുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക, കൺസിസ്റ്റൻ്റ് ആവുക, പുതിയ പുതിയ അവസരങ്ങൾ തേടുക. ഓരോ റിജക്ഷൻ ഉണ്ടാവുമ്പോഴും അതിൽ നിന്നും പുതിയ ലേണിംഗ് ഉണ്ടായി അടുത്ത തവണ അതൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്ഥിരോത്സാഹം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാമത്തെ കാര്യം നെഗോസിയേഷൻ സ്കില്ലാണ്. സെയിൽസിൽ ഒരുപാട് നെഗോസിയേഷൻ്റെ സ്കോപ്പ് കിടക്കുന്നുണ്ട്. ഇതൊരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റാണ് സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റുകൾ മനസ്സിലാക്കി മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവ് വളരെ ആവശ്യമാണ്. കാരണം ഒരു വിൻ വിൻ ഔട്ട്കം ഉണ്ടാവുക എന്നുള്ളതാണ് സെയിൽസിൽ ആത്യന്തികമായിട്ട് വേണ്ടത്. അപ്പോൾ പല കസ്റ്റമേഴ്സും ഹൈലി നെഗോസിയേഷൻ സ്കില്ലുള്ളവരാണ്. അവരുടെ അടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ആ സെയിൽസ് കൺവേർട്ട് ചെയ്യണമെങ്കിലും സെയിൽസ് പേഴ്സണും നല്ല നെഗോസിയേഷൻ സ്കില്ലുണ്ടായിരിക്കണം. 10ാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റിയാണ്. സാഹചര്യത്തിനനുസരിച്ച് ഇഴുകി ചേരാനുള്ള കഴിവ്. കാരണം എപ്പോഴും സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഡൈനാമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ മാർക്കറ്റ് കണ്ടീഷനുകളിൽ കസ്റ്റമർ പ്രിഫറൻസുകൾ മാറുമ്പോൾ, ഇൻഡസ്ട്രി ട്രെൻഡ് മാറുമ്പോൾ അതിനനുസരിച്ച് അഡാപ്റ്റബിൾ ആവാൻ പറ്റണം. പ്രത്യേകിച്ച് ഇന്ന് ടെക്നോളജിയുടെയൊക്കെ കാലഘട്ടമാണ്. ഈവൻ പലരും അപ്പോയിൻമെൻറ്റ്സ് തന്നെ തരുന്നത് ഓൺലൈനിലൊക്കെ ആയിരിക്കും ആദ്യത്തെ മീറ്റിംഗ്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള കഴിവാവട്ടെ, അതിലൂടെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനുള്ള കഴിവാവട്ടെ, ലേണിങ്ങിന് വേണ്ടി ഓപ്പൺ ആവുക, പുതിയ സ്ട്രാറ്റജികൾ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനുമുള്ള അവസ്ഥ ഉണ്ടാവുക, അതിനനുസരിച്ച് ഇഴുകി ചേരുക. ഇതൊക്കെ സക്സസ്സിലേക്ക് പോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11ാമത്തെ കാര്യം ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ, കസ്റ്റമറുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ, അതുപോലെ ഏത് മൂഡിലാണ് കസ്റ്റമർ ഉള്ളത് അത് മനസ്സിലാക്കി അവരുടെ അടുത്ത് സംസാരിക്കാൻ, ഇതിനൊക്കെയുള്ള കഴിവ്. അതിൽ നിന്നായിരിക്കും സ്ട്രോങ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്നതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒബ്ജെക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയൊക്കെ മറികടന്ന് ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലൂടെ കസ്റ്റമറെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിനാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആവശ്യം. ആൻഡ് ഫൈനലി പറയാനുള്ളത് കണ്ടിന്യൂസ് ലേണിങ്ങിനെ പറ്റിയാണ്. കണ്ടിന്യൂസ് ലേണറായിരിക്കണം നല്ലൊരു സെയിൽസ് പ്രൊഫഷണൽ. കാരണം സെയിൽസ് ഫീൽഡിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് ഇത് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അവിടെ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലേൺ ചെയ്യണത്? ലേൺ മോർ ടു ഏൺ മോർ ആണ്. കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. കാരണം പഠിക്കുന്ന പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു മേഖല തന്നെയാണ് സെയിൽസ്. ഇൻഡസ്ട്രിയിലെ ട്രെൻഡുകളാവട്ടെ, സെയിൽസ് ടെക്നിക്കുകളാവട്ടെ, പുതിയ മെത്തഡോളജികളാവട്ടെ, ഇതൊക്കെ പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടാവുക. അപ്പോൾ നമ്മളിന്ന് 12ഓളം കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചത്. ഒരു സെയിൽസ് പേഴ്സൺ സക്സസ്ഫുൾ ആകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു വലിയ എഫേർട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. ആ എഫേർട്ട് എടുക്കുമ്പോൾ അതൊരു സ്മാർട്ട് വർക്കിലൂടെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഈ 12 കാര്യങ്ങൾ നമുക്ക് സ്കില്ലുകളായിട്ടൊന്ന് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇതെല്ലാം തന്നെ ത്രൂ പ്രാക്ടീസ്, ട്രെയിനിങ്, എക്സ്പീരിയൻസ് ഇതിലൂടെ ആയിരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ സ്കില്ലും ഓരോ ദിവസവും പോളിഷ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണലായി മാറാൻ നിങ്ങൾക്കോ നിങ്ങളുടെ എംപ്ലോയീസിനോ ഒക്കെ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.